കൊലക്കേസുകളിൽ ശിക്ഷ വന്നിട്ടും പാഠം പഠിക്കാതെ CPM സന്തോഷം പങ്കുവെച്ച കെ രമ. പെരിയ ഇരട്ട കൊലപാതകത്തിൽ CPM മുൻ MLA KV കുഞ്ഞിരാമനടക്കം 14 പ്രതികളും കുറ്റക്കാരെന്ന കോടതിയുടെ കണ്ടെത്തലിൽ സന്തോഷിക്കുകയാണെന്ന് കെ രമ MLA. CPMന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണിതെന്നും TP കേസിൽ ശിക്ഷിച്ചിട്ടും CPM ഇതുവരെ ഒന്നും പഠിച്ചില്ല എന്നുമാണ് രമ പ്രതികരിച്ചത്. കൃത്യത്തിന് പിന്നിൽ വാടക കൊലയാളികളല്ലെന്നും CPM നേരിട്ട് നടത്തിയ കൊലപാതകമാണെന്നും ഇതോടെ CPMന്റെ കൊലപാതക രാഷ്ട്രീയം വ്യക്തമായി വലിച്ചു കീറപ്പെട്ടുവെന്നും രമ കുറ്റപ്പെടുത്തി. കോടികൾ മുടക്കിയ CBI അന്വേഷണത്തെ എതിർത്തതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായെന്നും കെ രമ പ്രതികരിച്ചു. വിധിയിൽ CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞ് CPM ഇനിയും ന്യായീകരണം നടത്തുമെന്നും കെ രമ കൂട്ടിച്ചേർത്തു. TP വധക്കേസിന് ശേഷം സമീപകാലത്ത് CPMനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ കേസാണ് പെരിയ ഇരട്ട കൊലക്കേസ്. പെരിയ ഇരട്ട കൊലപാതകം തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. 270 സാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ CBI യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. 2023 ഫെബ്രുവരി 2-നാണ് കൊച്ചി CBI കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. 14 പേരായിരുന്നു ആദ്യം പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് CBI കേസെടുത്തതോടെയാണ് മറ്റ് 10 പേരെ കൂടി പ്രതി ചേർത്തത്. യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യത്തിന് ഗൂഢാലോചന നടത്തിയത് കേന്ദ്രീകരിച്ചായിരുന്നു CBI അന്വേഷണം. ഈ ഘട്ടത്തിലാണ് ഉദുമ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ പ്രതിയായത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, CPM നേതാക്കളായ രാഘവൻ വെളുത്തോളി, N ബാലകൃഷ്ണൻ, ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളായി. കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ പിന്നീട് പ്രതികൾക്ക് വേണ്ടി ഹാജരായ സംഭവം വലിയ വാർത്തയായിരുന്നു. വിധി പ്രസ്താവിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. കല്യോട്ട് പ്രദേശം ഉൾക്കൊള്ളുന്ന പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്കുണ്ട്. എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി CPMന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.